നമസ്കാരം. CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായിട്ട് MA ബേബിയെ തിരഞ്ഞെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ മുൻപും ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. പ്രായനിബന്ധനയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെയുള്ള ആർക്കും തന്നെ ഇളവ് നൽകേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ ഉള്ളതിനാൽ പോളിറ്റ് ബ്യൂറോയിൽ അവശേഷിക്കുന്ന നേതാക്കളിൽ നിന്ന് തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ ബാക്കിയുള്ള നേതാക്കളിൽ മലയാളിയായിട്ടുള്ള MA ബേബിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. 2012 പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിട്ടുള്ള ബേബി നിലവിലുള്ള നേതാക്കളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ്. 2005 പോളിറ്റ് ബ്യൂറോയിലെത്തിയ ബേബി രാഘവലു മാത്രമാണ് ബേബിയേക്കാൾ സീനിയോറിറ്റിയുള്ള ഏക നേതാവ്. പാർട്ടി ദുർബലമായ ആന്ധ്രയിൽ നിന്ന് വരുന്ന രാഘവലു ദേശീയ തലത്തിൽ കാര്യമായിട്ടുള്ള സാന്നിധ്യമല്ല. ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും സംഘടനാ പ്രശ്നങ്ങളിൽ ആരോപണ വിധേയനായ രാഘവലു ഇടയ്ക്ക് PB അംഗത്വം രാജിവെച്ചിരുന്നു. എന്നാൽ വിവാദം ഒഴിവാക്കാൻ നേതാക്കൾ ഇടപെട്ട് രാജി പിൻവലിക്കുകയായിരുന്നു. ഇനി ബംഗാൾ പോലെയുള്ള പ്രബല സംസ്ഥാനങ്ങൾക്കും രാഘവലു ജനറൽ സെക്രട്ടറി ആകുന്നതിനോട് ഒരു താല്പര്യവുമില്ല. ഇതും MA ബേബിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. രാഘവലു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള അശോക് ധാവളയാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു നേതാവ്. ആ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മഹാരാഷ്ട്ര കർഷക സമരത്തോടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള അശോക് ധാവള നല്ല സംഘാടകനും സൈദ്ധാന്തിക അടിത്തറയുള്ള നേതാവുമാണ്. ആദർശ രാഷ്ട്രീയ വഴിയിലുള്ള ധാവളയ്ക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ വലിയ മികവില്ല എങ്കിലും അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ആകെയുള്ള ഒരു പ്രതികൂല ഘടകം ധാവളയ്ക്ക്. ആരോഗ്യ പ്രശ്നങ്ങളും മഹാരാഷ്ട്ര ഘടകത്തിൻ്റെ പിന്തുണയില്ലാത്തതുമൊക്കെ അശോക് ധാവളയുടെ സാധ്യതകളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ മലയാളിയായിട്ടുള്ള MA ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകുവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത്. ജനറൽ സെക്രട്ടറി ആരാകണമെന്നത് സംബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറക്കാത്തത് മാത്രമാണ് MA ബേബിയുടെ സാധ്യതകളെ അല്ലെങ്കിൽ MA ബേബിയുടെ കടന്നുവരവിനുള്ള അതിനു മുന്നുള്ള ആശങ്ക എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തനിക്ക് മുകളിൽ കേരളത്തിലെ പാർട്ടിയിൽ വേറൊരു അധികാര കേന്ദ്രം, അത്തരത്തിലൊരു അധികാര കേന്ദ്രം ഉണ്ടാകുന്നത് അംഗീകരിച്ച് നൽകാൻ വിമുഖതയുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ബേബി അനുകൂലികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സാധ്യതകൾ മങ്ങുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായിട്ടുള്ള മാസപ്പടി കേസിലടക്കം ആ മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സംഭവത്തിൽ MA ബേബി ആഞ്ഞടിച്ചിരുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ തേടിയുള്ള ആ പ്രതികരണമാണ് അന്ന് ബേബി നടത്തിയത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ അത്തരത്തിലൊരു വ്യക്തിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? മുഖ്യമന്ത്രിയുടെ എതിർപ്പ് വന്നാലും ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാൻ മന്ത്രി P രാജീവിൻ്റെ നേതൃത്വത്തിൽ ഒരു ബദൽ നീക്കം നടക്കുന്നുണ്ട്. അത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലും മറ്റ് സംസ്ഥാന ഘടകങ്ങൾക്കിടയിലും ഈ ആശയവിനിമയം വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ബേബിയുടെ ജനറൽ സെക്രട്ടറി ആയുള്ള കടന്നുവരവിനെ അങ്ങനെ എതിർത്താൽ അപ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ വലിയ ചേരിതിരിവ് ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പായി നൽകുകയാണ്. അങ്ങനെ MA ബേബി CPM ജനറൽ സെക്രട്ടറി ആയേക്കും. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് വന്നാലും ബേബിയുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് EMSന് ശേഷം ജനറൽ സെക്രട്ടറിയായിട്ട് എത്തുന്ന ആദ്യ മലയാളി. ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട രാഘവലിനും ഒപ്പം തന്നെ അശോക് ധാവളയ്ക്കുമായി അവർക്ക് മതിയായിട്ടുള്ള പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബേബിയെ തുണച്ചുകൊണ്ട് സീനിയോറിറ്റിയും ദേശീയ തലത്തിലെ പ്രവർത്തന മികവും വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിൽ എതിരഭിപ്രായങ്ങൾ കുറവാണ്. CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ വേണമെങ്കിൽ പിന്തുണച്ചാൽ, CPMന്റെ പിണറായി വിജയൻ ഒന്ന് പിന്തുണച്ചാൽ അദ്ദേഹം മണിക്കൂറുകൾക്കകം ജനറൽ സെക്രട്ടറിയാകും. അതല്ല, MA ബേബിക്ക് ജനറൽ സെക്രട്ടറി പദവി ലഭിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതേ പിണറായി വിജയൻ തന്നെയായിരിക്കും. പിണറായി വിജയൻ്റെ ഒരു ചരിത്രമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ EMSന് ശേഷം മറ്റൊരു മലയാളി CPMന്റെ നെറുകയിലേക്ക് എത്തുന്നു, ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നു. ദേശീയ ജനറൽ സെക്രട്ടറിയാകാൻ MA ബേബി തയ്യാറാകുന്നു.